സലാല കടലിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.9 തീവ്രത രേഖപ്പെടുത്തി. ഒമാനിൽ സിക്ക് ലീവ് ഇൻഷുറൻസ് പദ്ധതി ജൂലൈ 19 മുതൽ പ്രാബല്യത്തിൽ. യാത്രക്കാർ കസ്റ്റംസ് നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഒമാൻ കസ്റ്റംസ് അതോറിറ്റി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ദോഫാറിലെ സലാല തീരത്ത് നിന്ന് ഏകദേശം 239 കിലോമീറ്റർ തെക്കു ഭാഗത്തായി അറബിക്കടലിൽ റിക്ടർ സ്കെയിലിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രമാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. വെള്ളിയാഴ്ച ഒമാൻ സമയം വൈകുന്നേരം 4:01 കടലിൽ ഭൂചലനം രേഖപ്പെടുത്തിയത്. സമുദ്രോപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒമാനിലെ സാമൂഹിക സംരക്ഷണ നിയമത്തിന്റെ കീഴിലുള്ള പുതിയ സിക്ക് ലീവ്, മറ്റ് അനുബന്ധ അവധികൾ എന്നിവയ്ക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ജൂലൈ 19 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ പദ്ധതി പ്രകാരം തൊഴിലാളിയുടെ ഇൻഷുറൻസ് ശമ്പളത്തിന്റെ 1% തുല്യമായ തുക തൊഴിലുടമകൾ ഫണ്ടിലേക്ക് നൽകണം. ഇതിനായി ജീവനക്കാർ പ്രത്യേകം വിഹിതം നൽകേണ്ടതില്ല. പൊതു സ്വകാര്യ മേഖലകളിലെ യോഗ്യരായ ഒമാനി ജീവനക്കാർക്കും നിശ്ചിത വിഭാഗങ്ങളിൽപ്പെടുന്ന പ്രവാസി ജീവനക്കാർക്കും ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് വ്യക്തമാക്കി. പുതിയ നിയമപ്രകാരം ജീവനക്കാർക്ക് അവധി ലഭിക്കുന്ന സമയത്ത് തൊഴിലുടമകൾ അവർക്ക് കൃത്യമായി ശമ്പളം നൽകണം. അതിനുശേഷം ഈ തുക തിരികെ ലഭിക്കുന്നതിനായി സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ഇലക്ട്രോണിക് സംവിധാനം വഴി ക്ലെയിം അപേക്ഷ സമർപ്പിക്കാം. അസുഖാവധിക്ക് പുറമെ വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, ബന്ധുക്കളുടെ ചികിത്സയ്ക്കായി ഒപ്പം പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയ നിശ്ചിത വിഭാഗങ്ങളിലുള്ള അവധികൾക്കും ഈ ഇൻഷുറൻസ് പരിരക്ഷ ബാധകമായിരിക്കും. എന്നാൽ ഇവയെല്ലാം നിയമപ്രകാരമുള്ള കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അനുവദിക്കുക. ഒമാനിൽ നിന്ന് യാത്ര ചെയ്യുന്നവരും രാജ്യത്തേക്ക് എത്തുന്നവരുമായ മുഴുവൻ യാത്രക്കാരും കസ്റ്റംസ് നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഒമാൻ കസ്റ്റംസ് അതോറിറ്റി. അപരിചിതരായ വ്യക്തികളിൽ നിന്നും ബാഗുകളോ പാർസലുകളോ വാങ്ങി യാത്ര ചെയ്യരുതെന്ന് കസ്റ്റംസ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് വലിയ ചതിക്കുഴികളിലേക്കും നിയമക്കുരുക്കുകളിലേക്കും നയിച്ചേക്കാമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. വിമാന കമ്പനികളും കപ്പൽ സർവീസ് കമ്പനികളും നൽകുന്ന ലഗേജ് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനാവശ്യ നിയമ നടപടികളിൽ നിന്നും ലംഘനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതിനുമുള്ള ഏറ്റവും സുപ്രധാനമായ നീക്കം നടപടിക്രമങ്ങൾ പാലിക്കുക എന്നതാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. തങ്ങളെ യാത്ര ചെയ്യുന്ന ലക്ഷ്യസ്ഥാനങ്ങളായ രാജ്യങ്ങളിലെ പ്രാദേശിക നിയമങ്ങളെയും കസ്റ്റംസ് ചട്ടങ്ങളെയും കുറിച്ച് യാത്രക്കാർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. വിമാനത്താവളങ്ങളിലും മറ്റ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലുമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും പരിശോധനകളോട് പൂർണ്ണമായി സഹകരിക്കുകയും വേണം. യാത്രക്കാർ ആരെങ്കിലും നിരോധിതമോ കർശന നിയന്ത്രണങ്ങളുള്ളതോ ആയ വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം വിവരങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാനും ട്രാവൽ അഡ്വൈസറിയിൽ ഒമാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.